ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, രക്ഷാദീപം എന്ന ഈ ശുശ്രൂഷയിലേക്ക്, ഈ ദിവസത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളിലേക്ക് സ്നേഹത്തോടെ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഈ ദിവസങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും ക്രിസ്തുവിൻ്റെ രക്ഷാകര അനുഭവത്തിൻ്റെ വഴികളിലൂടെ സ്വർഗം നമ്മെ നയിക്കുകയാണ്. ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. അതോടൊപ്പം ഇന്ന് കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് ചൊരിയുന്ന അത്ഭുതകരമായ ദൈവകൃപ ദാഹത്തോടെ നമുക്ക് സ്വീകരിക്കാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. രാജാക്കന്മാരുടെ ഒന്നാമത്തെ പുസ്തകം അതിൻ്റെ 18-ാം അധ്യായം 36-37 തിരുവചനങ്ങൾ. ദഹനബലിക്ക് സമയമായപ്പോൾ ഏലിയ പ്രവാചകൻ അടുത്തു വന്നു. ഏലിയ പ്രവാചകൻ സ്വർഗത്തിലേക്ക് കണ്ണുകളും കരങ്ങളും ഉയർത്തി. ഏലിയ പ്രവാചകൻ പ്രാർത്ഥിക്കുകയാണ്, അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും ഇസ്രായേലിൻ്റെയും ദൈവമായ കർത്താവെ, ഞാൻ അങ്ങയുടെ ദാസനാണെന്നും അങ്ങന്റെ പ്രാർത്ഥന ശ്രവിക്കുമെന്നും ഈ ജനം അറിയേണ്ടതിന് അവിടുന്ന് ഇടപെടണമേ. 38-ാം തിരുവചനം ഇങ്ങനെ വായിക്കുക, ഉടനെ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ഏലിയായുടെ ബലിപീഠത്തെയും വിറകും വെള്ളവും ദഹിപ്പിച്ചു കളഞ്ഞു. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷയുടെ ആരംഭ നിമിഷത്തിൽ നമ്മുടെ ഹൃദയത്തെ കർത്താവിനോട് നമുക്ക് ചേർത്ത് വയ്ക്കാം. ഏലിയ പ്രവാചകൻ ബലിപീഠത്തോട് ചേർന്ന് നിന്നതുപോലെ നമ്മുടെ ഹൃദയവും നമ്മുടെ ജീവിതവും ജീവിത സാഹചര്യങ്ങളും എല്ലാം നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ ഹൃദയത്തോട് നമുക്ക് ചേർത്ത് വയ്ക്കാം. നമ്മുടെ ഹൃദയവും നമ്മുടെ കണ്ണുകളും സ്വർഗത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കാം. അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും ഇസ്രായേലിന്റെയും ദൈവമായ കർത്താവേ, ഈ ശുശ്രൂഷയോട് ഹൃദയം ചേർത്ത് വെച്ച് സ്വർഗത്തിലേക്ക് ഞാൻ ഉയർത്തുന്ന പ്രാർത്ഥനയുടെ മേൽ സ്വർഗത്തിന്റെ അഗ്നി ഇറക്കണമേ. സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, കരങ്ങൾ യാചനാരൂപം തുറന്നു പിടിച്ച് കണ്ണുകൾ അടച്ച് ലോകത്തിന്റെ മറ്റെല്ലാ ചിന്തകളും മറന്ന് ഹൃദയം സ്വർഗത്തിലേക്ക് ഉയർത്തി ദാഹിക്കുകയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 7:37 ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അരികിലേക്ക് കടന്നു വരട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. തങ്ങൾ സ്വീകരിക്കാനിരിക്കുന്ന ആത്മാവിനെ പറ്റിയാണ് അവൻ പറഞ്ഞത്. നമുക്ക് ദാഹത്തോടെ പ്രാർത്ഥിക്കാം. ഈ സമയം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവര് ദാഹത്തോടെ ഹൃദയം സ്വർഗത്തിലേക്ക് ഉയർത്തി ഒരാത്മ നിറവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒന്ന് ചേർന്ന് സീനായ് മാമലയിൽ ഓ പരിശുദ്ധാത്മാവേ, ഇറങ്ങി വന്നവനേ, ആത്മാവേ, സീനായ് മാമലയിൽ ഇറങ്ങി വന്നവനേ, ദാഹിച്ച് പ്രാർത്ഥിക്കുന്ന ജീവിതത്തിലേക്ക് ആത്മദാഹം തീർക്കുവാനാ ഇറങ്ങി വാ ദേവാ. ആത്മദാഹം തീർക്കുവാൻ, ആത്മദാഹം തീർക്കുവാനാ ഇറങ്ങി വാ ദേവാ. ഓ പരിശുദ്ധാത്മാവേ, കടന്നു വരണേ. പാവനാത്മാവേ, ജീവദായകനേ, ജീവദായകനേ, ഇറങ്ങി നീവാ, നിറഞ്ഞു നീവാ എൻ്റെ ഹൃദയത്തിൽ. ദാഹിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെ മേൽ ആത്മാവ് ഇറങ്ങട്ടെ. ഇറങ്ങി നീവാ, നിറഞ്ഞു നീവാ എൻ്റെ ഹൃദയത്തിൽ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശരീരത്തിന്റെ മനസ്സിന്റെ ആത്മാവിന്റെ തളർച്ചകളെ, നമ്മളെ തളർത്തി കളയുന്ന രോഗങ്ങളെ, പീഡകളെ ആത്മാവിന്റെ ശക്തിയിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം.
ജീവൻ നൽകുന്ന ആത്മാവേ, ശക്തിപ്പെടുത്തുന്ന ആത്മാവേ, തളർന്നവരെ ബലപ്പെടുത്തുന്ന ആത്മാവേ, സൗഖ്യത്തിന്റെ കൃപയായി എന്നിലേക്ക് ഇറങ്ങി വരണേ. ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നു. രോഗപീഠകളിൽ, മനസ്സിന്റെ ഭാരങ്ങളിലേക്ക്, മാനസ വ്യാധികളിൽ, ഹീലിംഗ് പവർ, രോഗപീഠകളിൽ സ്പർശിക്കണേ ആത്മാവേ. മാനസ വ്യാധികളിൽ സൗഖ്യവും ശാന്തിയും കനിഞ്ഞരുളി എന്നെ നയിക്കണമേ. ദാഹത്തോടെ പ്രാർത്ഥിക്കും. സൗഖ്യവും ശാന്തിയും കനിഞ്ഞരുളി എന്നെ നയിക്കണമേ. പാവനാത്മാവേ, പാവനാത്മാവേ, ജീവദായകനേ, ഇറങ്ങി നീവാ, നിറഞ്ഞു നീവാ എന്റെ ഹൃദയത്തിൽ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഇറങ്ങി നീവാ, ഞങ്ങളിലേക്ക് കൃപയായി ഇറങ്ങണം. നീവാ എന്റെ ഹൃദയത്തിൽ. തളർന്നുപോയ ആത്മീയ ജീവിതങ്ങളെ പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം നമുക്ക് നൽകിയ സ്വർഗീയ ദൗത്യത്തെ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവരാജ്യത്തിനു വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ, തലമുറകളെ വിശ്വാസത്തിലേക്ക് നയിക്കാൻ എനിക്ക് നൽകിയ സ്വർഗീയ കൃപകളെ ഉജ്ജ്വലിപ്പിക്കണേ ആത്മാവേ. വരദാനങ്ങളാൽ, പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാൽ ഈ ശുശ്രൂഷയിൽ എന്നെ സമ്പന്നതയിലേക്ക് ഉയർത്തണമേ. ദാഹത്തോടെ ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. നിന്നുടെ വരദാനങ്ങൾ എന്നിൽ നിറയ്ക്കണമേ. കണ്ണുകൾ അടച്ച് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത്, നിന്നുടെ വരദാനങ്ങൾ ഞങ്ങളിലേക്ക് നിറയ്ക്കണം, എന്നിൽ നിറയ്ക്കണമേ. ലോകത്തിന്റെ ശക്തിയെ കീഴടക്കാം, ലോകശക്തിയെ ജയിച്ചിടുവാനായി വിൺമഴ പൊഴിക്കണമേ. ആത്മാവിൽ ഒന്നായി പ്രാർത്ഥിക്കാം. ലോകശക്തിയെ ജയിച്ചിടുവാനായി വിൺമഴ പൊഴിക്കണമേ. കണ്ണുകൾ അടച്ച് കരങ്ങൾ തുറന്നു പിടിച്ച് പാവനാത്മാവേ, പാവനാത്മാവേ, ജീവനെ, എൻ ജീവദായകനേ, ഇറങ്ങി വരണമേ. ഇറങ്ങി നീവാ, നിറഞ്ഞു നീവാ എന്റെ ഹൃദയത്തിൽ. ഒരിക്കൽ കൂടി ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നു. പാവനാത്മാവേ, പരിശുദ്ധാത്മാവേ നിറയണമേ. എൻ ജീവദായകനേ, പരിശുദ്ധാത്മാവേ ചൂടുപിടിപ്പിക്കണമേ. ഇറങ്ങി നീവാ, നിറഞ്ഞു നീവാ എന്റെ ഹൃദയത്തിൽ. പരിശുദ്ധാത്മാവേ ജീവൻ നൽകണമേ. ഇറങ്ങി നീവാ, നിറഞ്ഞു നീവാ എന്റെ ഹൃദയത്തിൽ. രണ്ടു കരങ്ങളും ഉയർത്തി ഒന്ന് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ആരാധന. ഹൃദയമുയർത്തി സ്തുതിച്ചു പ്രാർത്ഥിക്കട്ടെ. ഹൃദയങ്ങൾ തുറന്ന് സ്തുതിച്ചു പ്രാർത്ഥിക്കട്ടെ. ആരാധിക്കുന്നവരിലേക്ക് ആരാധിക്കുന്നേ, പ്രാർത്ഥിക്കുന്നവരിലേക്ക് ആത്മാവ് നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, 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 യേശുവേ ആരാധന. ഹല്ലേലൂയ, മാലാഖമാരോട് ചേർന്ന് സ്തുതിച്ചു പരിശുദ്ധ അമ്മയോട് ചേർന്ന് ആരാധിച്ചു ആരാധിക്കുന്നേ. പിതാവിനോട് ചേർന്ന് ആരാധിച്ചു. ഞങ്ങൾ ആരാധിക്കുന്നു. തിരുസഭയുടെ കൂട്ടായ്മയോട് ചേർന്ന് ആരാധിച്ചു. ഞങ്ങൾ ആരാധിക്കുന്നു. ദൈവശക്തി ഇറങ്ങട്ടെ, ഇറങ്ങട്ടെ. ദൈവിക
കൃപയിറങ്ങട്ടെ. കൃപയിറങ്ങട്ടെ. ആരാധന 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 ഹല്ലേലൂയ 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 ആരാധന 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 ആരാധന. കണ്ണുകൾ അടച്ച് ആരാധന. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ദൈവമേ ആരാധന. അധരങ്ങൾ ചലിക്കട്ടെ. ആരാധന ആരാധന ദൈവമേ ആരാധന. മോശ പ്രാർത്ഥിക്കാൻ സമാഗമ കൂടാരത്തിൽ മുട്ടുകുത്തുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം മേഘത്തിൽ കൂടാരത്തിന്റെ മേൽ ഇറങ്ങി വന്നു. കർത്താവേ, ഈ സമയം ദാഹത്തോടെ പ്രാർത്ഥിക്കുന്ന വ്യക്തികളുടെ കുടുംബങ്ങളിൽ, അവരിയ്ക്കുന്ന സ്ഥലങ്ങളിൽ, അവരുടെ ജീവിത വഴികളിൽ ദൈവത്തിന്റെ സാന്നിധ്യം മേഘത്തിൽ ഇറങ്ങി വരട്ടെ. ഞങ്ങൾ ഒന്ന് ചേർന്ന് ആരാധിക്കുന്നു. സ്വീകരിക്കണം. ആരാധന ആരാധന യേശുവേ ആരാധന. ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. ആരാധന 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 യേശുവേ ആരാധന. വലിയ സൗഖ്യങ്ങൾ ഒഴുകുന്ന സമയമാണല്ലോ. ആരാധന ഹീലിംഗ് പവർ. ആരാധന യേശുവേ ആരാധന. അഭിഷേക നദി പോലൊഴുകട്ടെ. ആരാധന ആരാധന യേശുവേ ആരാധന. ആരാധന ആരാധന യേശുവേ ആരാധന. യേശുവേ ആരാധന. സ്നേഹമുള്ളവരെ, കരങ്ങൾ കൂപ്പി ദൈവവചനത്തിനു വേണ്ടി കാതോർത്ത് പ്രാർത്ഥിക്കുന്ന സമയമാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 45-ാം തിരുവചനം. ഉദ്ധിതനായ ഈശോ ശിഷ്യന്മാർക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കുവാൻ തക്കവിധം അവരുടെ മനസ്സ് അവൻ തുറന്നു. വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കുവാൻ തക്കവിധം അവരുടെ മനസ്സ് അവൻ തുറന്നു. സ്നേഹമുള്ളവരെ, കർത്താവ് പറയുന്നത്, അരുളി ചെയ്യുന്നത് സ്വർഗത്തിൽ നിന്ന്, അരുളി ചെയ്യുന്നത് ഹൃദയത്തിൽ സ്വീകരിക്കാൻ, സ്വീകരിക്കുന്നത് മാംസം ധരിക്കാൻ സ്വർഗീയ കൃപ ഞങ്ങൾക്ക് നൽകണേ എന്ന് പ്രാർത്ഥിക്കാം. വചനത്തിന്റെ ദാസിയായ പരിശുദ്ധ അമ്മേ, അമ്മയുടെ നിറഞ്ഞ സാന്നിധ്യത്തിനു വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് ഹൃദയത്തിൽ അമ്മയോട് പ്രാർത്ഥിക്കണം. അമ്മ മാതാവിന്റെ കാപ്പയ്ക്കുള്ളിൽ മറയ്ക്കപ്പെടട്ടെ. ഈ സമയം ഈ ശുശ്രൂഷയിലുടനീളം കർത്താവ് ഈശോമിശിഹായുടെ സ്വർഗീയ കൃപകൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വാങ്ങിത്തരുവാൻ പരിശുദ്ധ അമ്മ കൂടെ ഉണ്ടാവണേ. പരിശുദ്ധ അമ്മയെ സഹായിക്കണേ. പരിശുദ്ധ അമ്മയെ പ്രാർത്ഥിക്കണേ. കണ്ണുകൾ അടച്ച് അമ്മ മാതാവിന്റെ ഹൃദയത്തോട് ചേർന്നിരുന്ന് അമ്മയുടെ 7 വ്യാകുലങ്ങളോട് ചേർത്ത് വെച്ച് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളെയും ഈ ദിവസം ശുശ്രൂഷയിലൂടെ ഏതു മേഖലയിലേക്കാണോ എൻ്റെ ജീവിതത്തിൽ ദൈവകൃപ വെളിപ്പെടേണ്ടത്, ആ പ്രാർത്ഥനകളെല്ലാം പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കണ്ണടച്ച് അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഈ ശുശ്രൂഷ സ്വീകരിക്കുന്ന ഞങ്ങളെല്ലാവരും യോഗ്യരാകുവാൻ സർവ്വേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, വചന ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമുക്കറിയാം, രക്ഷയുടെ അനുഭവത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന ശുശ്രൂഷയിലൂടെയാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ കടന്നു പോവുക. ഈശോയുടെ ജനന തിരുനാളിന് വേണ്ടി ഒരുങ്ങി പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ്. ബെത്ലഹേമിലേക്കുള്ള യാത്രയാണ് നമ്മൾ. ബെത്ലഹേമിലേക്ക്
സ്നേഹമുള്ളവരെ, ബെത്ലഹേം എന്ന വാക്കിന്റെ അർത്ഥം ഇപ്രകാരമാണ്: അപ്പത്തിന്റെ ഭവനമെന്നാണ്. ബേത്ത് എന്ന് പറഞ്ഞാൽ അപ്പം, ഹേം എന്ന് പറഞ്ഞാൽ ഭവനം. അപ്പത്തിന്റെ ഭവനത്തിലേക്കുള്ള യാത്രയാണ് ബെത്ലഹേമിലേക്കുള്ള യാത്ര. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുകയാണ് 6-ാം അധ്യായം 41-ാം തിരുവചനം: ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പമാണ്. സ്നേഹമുള്ളവരെ, അപ്പോൾ അപ്പത്തിന്റെ ഭവനം എന്ന് പറഞ്ഞാൽ ഈ അപ്പം എവിടെ നിന്ന് വന്നോ അതാണ് ഭവനം. ഈശോ വ്യക്തമായി പറയുകയാണ്, ഞാനാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പം. അതായത് ബെത്ലഹേമിലേക്കുള്ള യാത്ര എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്കുള്ള യാത്രയാണ്. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയോടെ, നോമ്പ് നോറ്റ്, അതീവ വിശുദ്ധിയോടെ, സഹനങ്ങൾ സ്വീകരിച്ച് ബെത്ലഹേമിലേക്ക്, അതായത് സ്വർഗത്തിലേക്ക് നമ്മൾ ഈ ശുശ്രൂഷയിലൂടെ യാത്ര ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഈ സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ, കർത്താവ് ഈശോ മിശിഹായുടെ രക്ഷയുടെ പൂർണ്ണതയിലേക്കുള്ള യാത്രയിൽ, കർത്താവിനെ മുഖത്തോട് മുഖം കാണുവാൻ, സ്വർഗത്തിന്റെ സകല മഹത്വവും ജീവിതത്തിൽ സ്വീകരിക്കുവാനുള്ള ഈ ഒരു യാത്രയിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന 3 അപകടങ്ങളെ പറ്റിയാണ് നമ്മൾ ഈ ദിവസം ചിന്തിക്കുക. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, അതിന്റെ 1-ാമത്തെ അപകടം ഇതാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 15 മുതലുള്ള തിരുവചനങ്ങളിൽ ഇങ്ങനെയാണ് വായിക്കുക: നിങ്ങൾ കണ്ണുകൊണ്ട് കണ്ട്, കാതുകൊണ്ട് കേട്ട്, ഹൃദയം കൊണ്ട് മനസ്സിലാക്കുകയും ഞാൻ അവരെ സുഖപ്പെടുത്തുകയും അസാധ്യമാകുമാറ് ഈ ജനതയുടെ ഹൃദയം കഠിനമായി തീർന്നിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾ കണ്ണുകൊണ്ട് കണ്ട്, കാതുകൊണ്ട് കേട്ട്, ഹൃദയം കൊണ്ട് മനസ്സിലാക്കുകയും ഞാൻ അവരെ സുഖപ്പെടുത്തുകയും അസാധ്യമാകുമാറ് ഈ ജനതയുടെ ഹൃദയം കഠിനമായിരിക്കുന്നു. സ്വർഗത്തിലേക്കുള്ള നമ്മുടെ ഒരുമിച്ചുള്ള സഭയോടൊത്തുള്ള ഈ യാത്രയിൽ സ്നേഹമുള്ളവരെ, ഒരു അപകടമാണ്, ഒരു കെണിയാണ്. ഹൃദയം കഠിനമായി പോവും. ഹൃദയം ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ്. കണ്ണുകൊണ്ട് ദൈവത്തിന്റെ മഹത്വത്തെ കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല. കർത്താവിന്റെ സ്വരം കാതുകൊണ്ട് കേൾക്കാൻ പറ്റില്ല. ഹൃദയം ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാൻ പറ്റില്ല. കർത്താവിന്റെ സൗഖ്യത്തിന്റെ കരം ജീവിതത്തിലേക്ക് അനുഭവമാക്കി മാറ്റാൻ കഴിയാത്തതിന്റെ കാരണം ദൈവവചനം പറയുകയാണ്, നിന്റെ ഹൃദയത്തെ പിശാച് കഠിനമാക്കും. സ്നേഹമുള്ളവരെ, എന്ന് പറഞ്ഞാൽ എന്താണ്? എന്ന് പറഞ്ഞാൽ എന്താ? വളരെ നിസ്സാരതയോടെ, അതായത് ലാഘവത്തോടെ നമുക്ക് പറയാൻ പറ്റും. നമ്മളൊക്കെ ഈ ഭൂമിയിൽ ജീവിക്കുന്നവരാണ്. എത്രമാത്രം വിശുദ്ധിയിൽ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചാലും ചില സമയത്ത് ചിന്ത കൊണ്ടെങ്കിലും നമ്മൾ ലോകത്തിലായി പോകും. ചിന്ത കൊണ്ടെങ്കിലും. സ്നേഹമുള്ളവരെ, കാരണം മനുഷ്യനാണ്. മനുഷ്യന് ലോകത്തോടൊരു ബന്ധമുണ്ട്. ജീവിതത്തിന്റെ സ്വർഗത്തിലേക്കുള്ള വഴിയിൽ, രക്ഷയുടെ അനുഭവത്തിലേക്കുള്ള വഴിയിൽ എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഒരു കുഞ്ഞു പാപം കടന്നു വന്നു മനസ്സിലാക്കിയാൽ, ജീവിതത്തിൽ ദൈവമേൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളിൽ എവിടെയെങ്കിലും ഒരു അവിശ്വസ്തത കടന്നു വന്നുവെന്ന് മനസ്സിലായാൽ, സ്നേഹമുള്ളവരെ, കർത്താവിന്റെ മുമ്പിൽ പോയിരുന്ന് മുട്ടുകുത്തി കണ്ണുനീരോടെ, കർത്താവെ സോറി കേട്ടോ, എനിക്ക് തെറ്റുപറ്റിപ്പോയി, ഇത് പറയാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ അതിനർത്ഥമാണ് ഹൃദയം കഠിനമായി മാറി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ചൊല്ലി പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണത്. ലോകത്തോട് ചേർന്ന് യാത്ര ചെയ്യുവാനായിട്ട് മനുഷ്യന് ഇഷ്ടപ്പെടുന്ന കാലഘട്ടം. ഒരു കരങ്ങളിൽ ലോകത്തെ ചേർത്ത് പിടിച്ച് മറുകരങ്ങളിൽ ആത്മീയതയും കൂടെ കൊണ്ടുപോകുവാനുള്ള ഒരു കാലഘട്ടമാണിത്. പാപത്തെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് സാരമില്ലെന്ന് പറഞ്ഞ് ആ പാപത്തെയും ലോകത്തെയും ലോകത്തിന്റെ സുഖങ്ങളെയും ഹൃദയത്തിൽ ചേർത്ത് വെച്ച് രക്ഷയുടെ വഴിയിലേക്ക് യാത്ര ചെയ്യുന്ന മനുഷ്യൻ ഒരു കാലത്തും ഒരിടത്ത് വെച്ചും അവന് കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല കർത്താവിന്റെ മഹത്വം. അവന് കാതിൽ കേൾക്കാൻ പറ്റില്ല കർത്താവിന്റെ സ്വരം. കുത്തി തുറക്കപ്പെട്ട കർത്താവ് ഈശോ മിശിഹായുടെ ഹൃദയത്തോട് തന്റെ ഹൃദയത്തെ ഒരിക്കലും അവന് ചേർത്ത് വെക്കുവാനായിട്ട് കഴിയില്ല. അതുകൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥം പറയുക,
അവന്റെ ഹൃദയം കഠിനമായി മാറിയിരിക്കുന്നു, കഠിനമായി മാറിയിരിക്കുന്നു. സ്നേഹമുള്ളവരെ, ഈ നാളുകളിൽ ലോകത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ വചന ശുശ്രൂഷ എളിമയോടെ കർത്താവിന്റെ മുമ്പിൽ ഇരുന്ന് സ്വീകരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം നമ്മുടെ കാതിൽ അരുളി ചെയ്യുകയാണ്. സ്വർഗത്തിന്റെ മഹത്വം കാണാൻ പറ്റാത്ത വിധം, സ്വർഗത്തിന്റെ കൃപ സ്വീകരിക്കുവാൻ പറ്റാത്ത വിധം, സ്വർഗത്തിന്റെ രക്ഷയുടെ പൂർണ്ണതയിലേക്ക് കടന്നുപോകാൻ കഴിയാത്ത വിധം നിന്റെ ഹൃദയം എപ്പോഴെങ്കിലും കഠിനമായി തീർന്നിട്ടുണ്ടോ? സ്നേഹമുള്ളവരെ, നോമ്പിന്റെ വഴിയിലൂടെ രക്ഷയിലൂടെ യാത്ര ചെയ്യുന്ന ഈ സമയങ്ങളിൽ നമ്മൾ ആദ്യം ചിന്തിക്കണം സ്നേഹമുള്ളവരെ, അപകടമായി, ഞാൻ പോലും അറിയാതെ എൻ്റെ ആത്മീയ ജീവിതത്തിൽ അപകടമായി കടന്നു വരുന്ന ഈ ഒരു പാപത്തിന്റെ അവസ്ഥ എൻ്റെ ജീവിതത്തിലുണ്ടോ? പരിശോധിക്കണം. ഒന്നാമത്തെ കാര്യം ഹൃദയത്തെ കഠിനമാക്കും. രണ്ടാമത്തെ കാര്യമാണ് സ്നേഹമുള്ളവരെ, ദൈവഭയം നഷ്ടപ്പെടും. ദൈവഭയം നഷ്ടപ്പെടും. മലാക്കി പ്രവാചകന്റെ പുസ്തകം അതിന്റെ 4-ാം അധ്യായം 2-ാം തിരുവചനം ഇപ്രകാരമാണ് പറയുക: തന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി നീതി സൂര്യൻ ഉദിക്കും, അതിന്റെ ചിറകുകളിൽ സൗഖ്യമുണ്ട്, തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കുട്ടി എന്നതുപോലെ നിങ്ങൾ തുള്ളിച്ചാടും. രക്ഷയുടെ അനുഭവത്തിൽ നമ്മളെ തടസ്സപ്പെടുത്തുന്ന രണ്ടാമത്തെ മേഖലയാണ് സ്നേഹമുള്ളവരെ, ദൈവഭയം നഷ്ടപ്പെടും. ദൈവഭയം നഷ്ടപ്പെടും. ആത്മീയത ഒരു ലാഘവത്വമായി മാറും. വിശുദ്ധ കുർബാന നമ്മുടെ ജീവിതത്തിൽ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് മാറും. അതായത് ശുശ്രൂഷയല്ല, അതൊരു പരിപാടിയായിട്ട് മാറും. വൈകുന്നേരങ്ങളിൽ നമ്മുടെ കുടുംബ പ്രാർത്ഥന ഒരു പ്രോഗ്രാമായിട്ട് മാറും. ആത്മീയ ജീവിതത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യത്തെ കണ്ടെത്താൻ പറ്റാത്ത വിധം ദൈവഭയം മനുഷ്യന്റെ ജീവിതത്തിൽ നകന്നു പോകും. സ്വരമുയർത്തി പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉച്ചത്തിൽ പറയാം ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഇന്ന് ദേവാലയത്തിൽ ബലിയർപ്പിക്കുമ്പോ, ദൈവവചനമെടുത്ത് കരങ്ങളിൽ പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ, പരിശുദ്ധ അമ്മയുടെ മുഖത്ത് നോക്കി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോ, നോമ്പിന്റെ വഴികളിലൂടെ കടന്നു പോകുമ്പോൾ സ്നേഹമുള്ളവരെ, ആ ഒരു ക്രിസ്തുവിന്റെ രക്ഷയുടെ അനുഭവത്തിലേക്ക് നമുക്ക് ഉയരുവാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ അതിന് കാരണം നമ്മുടെ ജീവിതത്തിൽ എവിടെയോ ദൈവഭയം എന്ന പുണ്യം നമുക്ക് നഷ്ടപ്പെട്ടു. സ്വരമേറ്റി പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, വിശുദ്ധ പാതിരാപ്പിയോട് ജീവിതത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്. വിശുദ്ധ പാതിരാപ്പി ഒരിക്കൽ ചാപ്പലിനകത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, സന്ധ്യ മയങ്ങിയ സമയം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് വിശുദ്ധൻ. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അൾത്താരയിൽ ഒരു സന്യാസ വൈദികൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് വിശുദ്ധ പാതിരാപ്പിയോ കണ്ടു. അപ്പൊ വിശുദ്ധൻ ഇങ്ങനെ ശ്രദ്ധിച്ചു, എന്താണ് ഈ സന്ധ്യാനേരത്ത് ഈ അൾത്താരയിൽ ഈ സന്യാസ വൈദികൻ ചെയ്യുക? കുറെ സമയം ശ്രദ്ധിച്ചപ്പോൾ വിശുദ്ധന് മനസ്സിലായി, അത് സന്യാസ ഭവനത്തിൽ നിന്ന് മരിച്ചുപോയ ഒരു ശുദ്ധീകരണ ആത്മാവാണ്, ഒരു സന്യാസ വൈദികരുടെ ശുദ്ധീകരണ ആത്മാവാണ്. നമുക്കറിയാം, വിശുദ്ധന്റെ ജീവിതത്തിൽ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്ന ആത്മാക്കൾ പ്രാർത്ഥന ചോദിക്കുവാൻ വിശുദ്ധ പാതിരാപ്പിയോടെ അരികിൽ വരുന്നത് നമ്മൾ വായിച്ചിട്ടുണ്ട്, നമ്മൾ ധ്യാനിച്ചിട്ടുണ്ട്. സ്നേഹമുള്ളവരെ, അപ്പൊ വിശുദ്ധ പാതിരാപ്പി ചോദിച്ചു, എന്തിനാണ് സഹോദര നീ ഇപ്പോൾ വന്നത്? അപ്പൊ ആ സന്യാസ വൈദികന് ഇപ്രകാരമാണ് പറയുക, സ്നേഹമുള്ളവരെ, ഞാൻ ഈ സന്യാസ മന്ദിരത്തിലായിരുന്ന സമയത്ത് എൻ്റെ റെക്ടറച്ഛൻ എന്നോട് അൾത്താര വൃത്തിയാക്കാൻ പറഞ്ഞു. പൂക്കളെല്ലാം ഒരുക്കി വെച്ച് തിരിയൊക്കെ കത്തിച്ച് വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി അൾത്താര വൃത്തിയാക്കാൻ പറഞ്ഞു. മറ്റ് സഹവൈദികരും വിദ്യാർത്ഥികളും ഒക്കെ ഉണ്ടായിരുന്നു. അവരോട് പറഞ്ഞില്ല, എന്നോട് മാത്രം പറഞ്ഞതുകൊണ്ട് എനിക്ക് ചെറിയൊരു അസ്വസ്ഥതയോടുകൂടി ഞാൻ അൾത്താര വൃത്തിയാക്കി, പൂക്കളൊക്കെ ഒരുക്കി വെച്ചു, തിരിയൊക്കെ കത്തിച്ചു വെച്ചു, വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ഒരുക്കി. എന്നാൽ ദൈവത്തിന്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ആ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ ഒന്ന് കുമ്പിടാൻ ഞാൻ മറന്നുപോയി. ഭക്തിയില്ലാതെ, വിശ്വാസമില്ലാതെ ആ അൾത്താരയിലൂടെ ദിവ്യകാരുണ്യത്തിന് മുമ്പിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ നടന്നു. ആ സന്യാസ വൈദികൻ പറയുകയാണ് പാതിരാപ്പിയോട്, ഞാൻ അൾത്താരയുടെ മുമ്പിലൂടെ, ദിവ്യകാരുണ്യത്തിന് മുമ്പിലൂടെ ഭയമില്ലാതെ, ദൈവഭയമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നത് മൂലം ഞാനിപ്പോൾ ശുദ്ധീകരണ സ്ഥലത്ത് അതിന്റെ വേദന അനുഭവിക്കുകയാണ്. സ്നേഹമുള്ളവരെ, സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ ദൈവഭയം എന്ന പുണ്യം അത് പരിശുദ്ധാത്മാവ് നൽകുന്നതാണ്.
ദൈവഭയം എന്ന പുണ്യം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊരു അപകടമാണ്. Praise the Lord. സ്വരമേറ്റി പറയാം ഹല്ലേലൂയ. വിശുദ്ധി പറഞ്ഞേ ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ബലിയർപ്പിക്കുമ്പോൾ ആ ബലിപീഠത്തിന് മുമ്പിൽ കരങ്ങൾ കുപ്പി നിൽക്കുമ്പോൾ ആ ബലി നമുക്കൊരു അനുഭവമായി മാറുന്നില്ലെങ്കിൽ അതിനർത്ഥം ദൈവഭയം നമുക്ക് നഷ്ടപ്പെട്ടു. കാരണം ഈ ദൈവഭയം എന്ന പുണ്യത്തിൽ നിന്ന് ഉരുത്തിരിയുന്നതാണ് സ്നേഹമുള്ളവരെ ഭക്തിയും വിശ്വാസവും. സ്വരമേറ്റി പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 17-ാം തിരുവചനം ഇങ്ങനെയാണ് പറയുക: ദൈവഭയമുള്ളവൻ ഹൃദയം ഒരുക്കി വയ്ക്കും. ദൈവഭയമുള്ളവൻ ഹൃദയം ഒരുക്കി വയ്ക്കും. ഹൃദയം ഒരുക്കി വയ്ക്കും. എപ്പോഴും ദൈവത്തിന്റെ കൃപ സ്വീകരിക്കാൻ ഒരുക്കപ്പെട്ട ഹൃദയത്തോടുകൂടി ഒരു മനുഷ്യൻ നടക്കുന്നത് അവൻ ദൈവഭയമുള്ളവനാണ്. സ്നേഹമുള്ളവരെ, ദേവാലയത്തിൽ മാത്രമല്ല, പ്രാർത്ഥിക്കുന്ന സമയത്ത് മാത്രമല്ല, ജീവിതത്തിന്റെ വഴികളിലൂടെ നടക്കുമ്പോൾ ഓരോ നിമിഷവും ദൈവകൃപ സ്വീകരിക്കാൻ യോഗ്യനെന്ന് സ്വർഗം കാണുന്നത് ദൈവഭയമുള്ള മനുഷ്യനാണ്. കർത്താവിന്റെ രക്ഷയുടെ അനുഭവത്തിലേക്ക് സ്നേഹമുള്ളവരെ ഒരു മനുഷ്യൻ ഏതു സമയത്തും ഉയർത്തപ്പെടുന്നത് ദൈവഭയമുള്ള മനുഷ്യൻ. വചനം പറയാണ്, ദൈവഭയമുള്ളവർ എപ്പോഴും ദൈവകൃപ സ്വീകരിക്കുവാൻ അവൻ ഹൃദയം ഒരുക്കി വയ്ക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചൊല്ലി പറയാം ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു ചേച്ചി, ആ ചേച്ചിയുടെ 2.5 വയസ്സുള്ള ആൺകൊച്ച് പനി കൂടി ന്യൂമോണിയ ആയി. ഈ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്നു, ഐസിയുവിലാക്കി. ന്യൂമോണിയ കൂടിപ്പോയി. ഈ കുഞ്ഞിനെ വെന്റിലേറ്ററിലാക്കി അവസാനം. കാരണം ശരീരത്തിന്റെ ചലനമെല്ലാം നഷ്ടപ്പെട്ടു. കൃത്രിമ ശ്വാസത്തോടെ ജീവൻ നിലനിർത്തുകയാണ് ഈ 2.5 വയസ്സുള്ള ആൺകുട്ടി. ഡോക്ടർമാരെല്ലാം പറഞ്ഞു ഈ കുഞ്ഞ് മരുന്ന് ശരീരം സ്വീകരിക്കുന്നില്ല, അതുകൊണ്ട് ഇനി രക്ഷയില്ല. അതായത് വെന്റിലേറ്ററിൽ നിന്ന് പുറത്തെടുത്താൽ അടുത്ത സെക്കൻഡിൽ ഈ കുഞ്ഞ് മരിച്ചു പോകും. പക്ഷേ ആ വെന്റിലേറ്റർ ഐസിയുവിന് പുറത്ത് നിന്നിട്ട് ആ കുഞ്ഞിന്റെ അമ്മ പറഞ്ഞു, എൻ്റെ കൊച്ചു മരിക്കില്ല, ഈശോ ജീവിപ്പിക്കും. എൻ്റെ കുഞ്ഞ് മരിക്കില്ല, കർത്താവ് ഇടപെടും. സ്നേഹമുള്ളവരെ, ദിവസങ്ങൾ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഡോക്ടർമാർ പറഞ്ഞു കുഞ്ഞിന് ഒരനക്കമില്ല, വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയാൽ അടുത്ത സെക്കൻഡിൽ മരിക്കും. ഓരോ ദിവസം കഴിയുമ്പോഴും ഡോക്ടർമാരെല്ലാം കൈവിടുമ്പോഴും ഈ സ്ത്രീ അതിന് പുറത്ത് നിന്നിട്ട് ആ ഹോസ്പിറ്റൽ വരാന്തയിൽ നിന്നിട്ട് പറയും, ഈശോ ജീവിപ്പിക്കും, എൻ്റെ കുഞ്ഞ് മരിക്കില്ല. സ്നേഹമുള്ളവരെ, നീണ്ട 20 ദിവസം ഈ കുഞ്ഞ് വെന്റിലേറ്ററിൽ കിടക്കുകയാണ്. 2.5 വയസ്സുള്ള കുഞ്ഞല്ലേ, വെന്റിലേറ്റർ മാറ്റിയാൽ അന്നേരം മരിക്കും. അത് കാണാനുള്ള ശക്തി ഇല്ലാത്തത് കൊണ്ട് ഡോക്ടർമാർ വെന്റിലേറ്ററിൽ തന്നെ കിടത്തിയിരിക്കുക. നീണ്ട 20 ദിവസം, ഈ 20 ദിവസവും ഈ കുഞ്ഞിന്റെ കട്ടിലിനരികിൽ നിന്നിട്ട് ഈ അമ്മ പറയും, എൻ്റെ കുഞ്ഞ് മരിക്കില്ല, ഈശോ സുഖപ്പെടുത്തും, ഈശോ ജീവൻ നൽകും. സ്നേഹമുള്ളവരെ, 20ാമത്തെ ദിവസം ഡോക്ടർ പറഞ്ഞു ഇനിയും ഇങ്ങനെ വെന്റിലേറ്ററിൽ കടത്താനായിട്ട് പറ്റില്ല, അതുകൊണ്ട് വെന്റിലേറ്റർ മാറാൻ പോവുകയാണ്. അതായത് മരിക്കാൻ പോവുകയാണ് കൊച്ച്. അമ്മയെയും കൂടെയുള്ളവരെയും എല്ലാം ഈ കുഞ്ഞിന്റെ കട്ടിലിനരികിൽ നിർത്തി കൊച്ചു മരിക്കാൻ പോവുകയാണ്. അവസാന മിനിറ്റാണ് ആ കുഞ്ഞിന്റെ. അപ്പോഴും ആ അവസാന സെക്കൻഡിലും ആ അമ്മ ഇങ്ങനെ ചുണ്ടത്തിങ്ങനെ പിറുപിറുത്തോണ്ടിരുന്നു, എൻ്റെ കുഞ്ഞ് മരിക്കില്ല, ഈശോ സുഖപ്പെടുത്തും, എൻ്റെ കുഞ്ഞ് എന്നെ വിട്ടു പോവില്ല, കർത്താവ് ജീവൻ നൽകും. സ്നേഹമുള്ളവരെ, അവസാന മിനിറ്റ് ആ കുഞ്ഞ് മരിക്കാൻ പോവുകയാണ്. വെന്റിലേറ്ററിൽ നിന്ന് മാറ്റുന്ന അവസാന മിനിറ്റിൽ ഈ സ്ത്രീയുടെ വാക്ക്, ഈശോ വരും, എൻ്റെ കുഞ്ഞിനെ സുഖപ്പെടുത്തും. സ്നേഹമുള്ളവരെ, ആ അവസാന സെക്കൻഡിൽ, വെന്റിലേറ്റർ മാറ്റാൻ തുടങ്ങുന്ന അവസാന സെക്കൻഡിൽ ഈ കുഞ്ഞിന്റെ കൈയൊന്ന് പടച്ചു, കാലിന്റെ വിരലുകളൊന്ന് ചലിച്ചു. സ്നേഹമുള്ളവരെ, നീണ്ട 20 ദിവസം ചലനം പോലുമില്ലാതെ തണുത്ത് മരവിച്ച് കിടന്ന് ഈ കുഞ്ഞിന്റെ കൈവിരലുകൾ ചലിച്ചു, കാൽവിരലുകൾ സെക്കൻഡുകൾ കൊണ്ട് ചലിച്ചു. വൈദ്യശാസ്ത്രവും ഡോക്ടർമാരും കൂടെയുണ്ടായിരുന്നവരും ബന്ധുക്കളും സ്വന്തം അപ്പനും പോലും മരണം ഹൃദയത്തിൽ സ്വീകരിച്ച് കാത്തിരുന്ന സമയത്ത് ഈ കുഞ്ഞിന്റെ കൈകാലുകൾ ചലിച്ചു. സ്നേഹമുള്ളവരെ, മരുന്ന് ഈ കുഞ്ഞിന്റെ ശരീരം സ്വീകരിക്കാൻ തുടങ്ങി.
1.5 മാസം കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞ് പൂർണ്ണ ആരോഗ്യത്തോടെ ആ ആശുപത്രി വിട്ടു. സ്നേഹമുള്ളവരെ, ഇന്ന് ആ കുഞ്ഞിന് 9 വയസ്സുണ്ട്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ചൊല്ലി പറയാം ഹല്ലേലൂയ. Hallelujah. സ്നേഹമുള്ളവരെ, ജീവിതത്തിന്റെ പ്രതിസന്ധിയുടെ നടുവിലും ജീവിതത്തിന്റെ പ്രതികൂലങ്ങളുടെ നടുവിലും ജീവിതത്തിലെല്ലാം അവസാനിച്ചുവെന്ന് ഞാൻ ചിന്തിക്കുമ്പോഴും കർത്താവിന്റെ രക്ഷയുടെ സൗഖ്യത്തിന്റെ കൃപ സ്വന്തമാക്കാൻ കാത്തിരിക്കാൻ ഒരു മനുഷ്യന് കഴിയുന്നത് അവൻ ദൈവ ഭയമുള്ളപ്പോഴാണ്. Praise the Lord. Praise the Lord. ചൊല്ലി പറയാം ഹല്ലേലൂയ. Hallelujah. സ്വരമേറ്റ് ചൊല്ലി പറയാം ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. സ്നേഹമുള്ളവർ, എപ്പോഴും ഒരു മനുഷ്യൻ നിരാശയിലാകപ്പെട്ടു പോവുക. ജീവിതത്തിന്റെ എല്ലാ വാതിലുകളും അടയ്ക്കപ്പെട്ടു. കണ്ണുകൾ തുറന്ന് മുൻപോട്ട് നോക്കുമ്പോ ഇനി കർത്താവിന് പോലും ഒന്നും ചെയ്യാനില്ലെന്ന് എൻ്റെ മനസ്സ് മന്ത്രിക്കുന്ന എന്തുകൊണ്ടാ സ്നേഹമുള്ളവരെ? കാരണം കർത്താവിന്റെ കൃപ മനുഷ്യ ജീവിതത്തിൽ അസാധ്യമെന്ന് അറിയുന്നിടത്ത് എൻ്റെ ദൈവം പ്രതീക്ഷിക്കുമെന്ന് വിശ്വാസത്തോടെ ഒരു മനുഷ്യൻ കാത്തിരിക്കണമെങ്കിൽ സ്നേഹമുള്ളവരെ, അവൻ ഒരുക്കപ്പെട്ട ഹൃദയം ഉണ്ടാകണം. ആ ഒരുക്കപ്പെട്ട ഹൃദയം ഉണ്ടാകുന്നത് ദൈവ ഭയത്തിൽ നിന്നാണ്. പറയാം ഹല്ലേലൂയ. Hallelujah. സ്വരമേത്തി പറഞ്ഞേ ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. സ്നേഹമുള്ളവരെ, പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 16-ാം തിരുവചനം ഇങ്ങനെയാണ് പറയുക: കർത്താവിനെ ഭയപ്പെടുന്നവർ അവിടുത്തെ ഇഷ്ടം അന്വേഷിക്കും. കർത്താവിനെ ഭയപ്പെടുന്നവർ അവിടുത്തെ ഇഷ്ടം അന്വേഷിക്കും. സ്നേഹമുള്ളവരെ, എപ്പോഴും ദൈവഹിതം നിറവേറാൻ, ദൈവത്തിന്റെ പദ്ധതി എന്നിൽ സംഭവിക്കട്ടെ എന്നൊരു മനുഷ്യന് പറയാൻ പറ്റുന്നത് ആർക്കാ? ദൈവത്തെ ഭയപ്പെടുന്ന മനുഷ്യനാണ്. ജീവിതത്തിന്റെ ഓരോ പ്രതിസന്ധിയുടെ വഴികളിലൂടെ കടന്നു പോകുമ്പോഴും എൻ്റെ കർത്താവിന്റെ ഇഷ്ടം നിറവേറട്ടെ. മരണക്കിടക്കയിൽ കിടക്കുമ്പോഴും എൻ്റെ കർത്താവിന്റെ ഇഷ്ടം നിറവേറട്ടെ. ജീവിതത്തിൽ ഒരു തീരുമാനമെടുക്കാൻ പറ്റാതെ വരുമ്പോഴും എൻ്റെ കർത്താവിന്റെ ഇഷ്ടം നിറവേറട്ടെ. സ്നേഹമുള്ളവരെ, ഇങ്ങനെ ഒരു മനുഷ്യന് പ്രാർത്ഥിക്കാനും കാത്തിരിക്കാനും ദൈവത്തിന് മുമ്പിൽ തന്നെ എളിമപ്പെടുത്താനും ഒരു മനുഷ്യന് കഴിയുന്നത് അവൻ ദൈവ ഭയമുള്ളപ്പോഴാണ്. Praise the Lord. ഉച്ചത്തിൽ പറയാം ഹല്ലേലൂയ. Hallelujah. സ്വരമുയർത്തി പറയാം ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. സ്നേഹമുള്ള ദൈവജനമേ, ചില മനുഷ്യരെ കണ്ടിട്ടുണ്ട് ജീവിതത്തിന് ആത്മീയ വഴികളിലൂടെ കടന്നു പോകുമ്പോൾ ചില വ്യക്തികൾ നമ്മുടെ ജീവിതത്തെ അത്ഭുതപ്പെടുത്തും. അതായത് സ്വന്തമായിട്ടൊരു തീരുമാനമില്ല. ഒരു കുഞ്ഞു കാര്യമാണെങ്കിലും സ്നേഹമുള്ളവരെ, കർത്താവ് എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കും. ഞാൻ ഓർക്കുകയാണ്, ഒരു ധ്യാനത്തിൻ്റെ സമയത്ത് ഒരു ക്ലാസ് ഇങ്ങനെ ഒരു സെക്ഷൻ ഇങ്ങനെ എടുത്തു. എപ്പോഴും ഈശോയെ കൂട്ടുപിടിക്കണം, എപ്പോഴും ഈശോയുടെ കൂടെ നടക്കണം. അങ്ങനെ ധ്യാനത്തിന് സാധാരണ എടുക്കുന്ന ഒരു ക്ലാസ് അല്ല. പക്ഷെ ആ ധ്യാനത്തിനകത്തെടുത്ത് എപ്പോഴും ഈശോയെ കൂട്ടുപിടിക്കണം. സ്നേഹമുള്ളവരെ, ആ ഒരു ധ്യാനം കഴിഞ്ഞിട്ട് പിറ്റേ മാസത്തെ ധ്യാനത്തിന് ഒരു മനുഷ്യൻ ആ ധ്യാന കേന്ദ്രത്തിൽ വന്നു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ഒരു സാക്ഷ്യം പറയണം. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എന്നോടൊന്ന് പറയാവോ ആദ്യം, എന്താണ് പറയാനുള്ളത്? അപ്പോൾ ഈ മനുഷ്യൻ എന്നോട് പറഞ്ഞു, കഴിഞ്ഞ ധ്യാനം കൂടിയപ്പോൾ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നു, എന്തു ചെയ്താലും ഈശോയോട് ചോദിച്ചിട്ട് ചെയ്യണം, ഈശോയുടെ കൂടെ ചെയ്യണം. അങ്ങനെ ഈ മനുഷ്യൻ ധ്യാനം കഴിഞ്ഞ് പോയപ്പോൾ തൊട്ട് എന്തു ചെയ്താലും കർത്താവിനോട് ചോദിക്കും, ഈശോയെ ഞാനത് ചെയ്തോട്ടെ, ഈശോയെ ഞാനത് ചെയ്തോട്ടെ. സ്നേഹമുള്ളവരെ, പെട്ടെന്ന് ഉത്തരവൊന്നും കിട്ടില്ല, പക്ഷേ ഈശോയോട് ചോദിക്കും. ചോദിക്കുന്നതേ കർത്താവിൻ്റെ സ്വരമൊന്നും കാതിൽ കേൾക്കില്ല, പക്ഷേ കർത്താവിനോട് ചോദിക്കും. അങ്ങനെ ഈ മനുഷ്യൻ ഒരു ദിവസം യാത്രയ്ക്ക് വേണ്ടി വീട്ടിൽ നിന്നിറങ്ങി ബസ് കാത്ത് അദ്ദേഹം വെയിറ്റിംഗ് ഷെഡിൽ നിൽക്കുകയാണ്. ഓരോ ബസ് അദ്ദേഹത്തിന് പോകേണ്ട സ്ഥലത്തേക്ക് കടന്നു വരുമ്പോഴും ദൂരെ നിന്ന് ബസ് വരുന്നതേ ഈ മനുഷ്യൻ ഈശോയോട് പറയും, ഈശോയെ ഞാൻ ഈ ബസ്സെ കയറിക്കോട്ടെ. ഉത്തരവൊന്നും അദ്ദേഹം പ്രതീക്ഷിച്ചില്ല. ഈശോയോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും, ഈശോ ഞാനതേ കയറിക്കോട്ടെ. അങ്ങനെ ഒരു 3-4 ബസ് ഇദ്ദേഹത്തെ കടന്നുപോയി. പല കാരണങ്ങൾ കൊണ്ടാണ്. ചില ബസ്സിനകത്ത് നിറച്ച ആളാണ്, കയറാൻ പറ്റില്ല. ചില ബസ് ഇദ്ദേഹം നിൽക്കുന്നതിൻ്റെ കുറച്ച് മുമ്പിൽ കൊണ്ടുപോയി നിർത്തി ഇദ്ദേഹം ഓടി ചെല്ലുമ്പോൾ ആ ബസ് പോയി. അങ്ങനെ ഒരു 3-4 ബസ് ഈ മനുഷ്യനെ കടന്ന് മുമ്പോട്ട് പോയി. അവസാനം ഒരു ബസ് വന്നു, ആളൊന്ന് കുറവായ ഒരു ബസ് വന്നു.
ആ ബസ്സിലേക്ക് കയറുന്നതിന് മുമ്പ് ഈ മനുഷ്യൻ പറഞ്ഞു, ഈശോയെ ഈശോയെ ഈ ബസ്സിൽ കയറിക്കോട്ടെ. ആ ചവിട്ടുപടിയിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, ഞാൻ ഈ ബസ് കയറുവാണ്, എൻ്റെ കൂടെ കയറണേ. സ്നേഹമുള്ളവരെ, ഒരു പാവപ്പെട്ട മനുഷ്യന്റെ പ്രാർത്ഥന, ഞാൻ ഈ ബസ്സിൽ കയറുവാ ഈശോയെ, നീ എന്നിൽ കയറണേ. അദ്ദേഹം ആ ബസ്സിന്റെ ഏറ്റവും പുറകിലത്തെ സീറ്റിൽ വന്നിരുന്നു. ആ സീറ്റിലിരുന്ന് കുറെ മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് ഭയങ്കര ചങ്കിനകത്ത് വേദന, ശരീരമെല്ലാം വേർക്കാൻ തുടങ്ങി. ഈ മനുഷ്യൻ പതിയെ കമ്പിയെ പിടിച്ച് എഴുന്നേറ്റ് പതിയെ നടന്ന് ഇദ്ദേഹം ബസ്സിന്റെ നടുവിൽ വന്നു. പെട്ടെന്ന് ഇദ്ദേഹത്തിന്റെ ശരീരമെല്ലാം തണുത്തു, ചങ്കിന് വേദനയെല്ലാം പോയി, ആൾ ശാന്തമായി. വീണ്ടും ഇദ്ദേഹം തിരിച്ചു നടന്ന് ആ സീറ്റിൽ വന്നിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര ചങ്കിന് വേദന. ഇദ്ദേഹം വീണ്ടും അവിടെ എഴുന്നേറ്റ് പതിയെ പിടിച്ച് മുമ്പിൽ ചെന്നു, നടുവിൽ ചെന്നു. അപ്പോൾ വീണ്ടും ശാന്തമായി വീണ്ടും വന്നിരുന്നു. ഇങ്ങനെ ഒരു 3 പ്രാവശ്യം. അപ്പോൾ അദ്ദേഹം വിചാരിച്ചു ഇവിടെ ഇരുന്നിട്ടായിരിക്കും ഈ ഒരു അസ്വസ്ഥത. അദ്ദേഹം പതിയെ ആ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് ഏറ്റവും മുമ്പിൽ ചെന്ന് ഡ്രൈവറുടെ സീറ്റിന് താഴെ വെറും തറയിൽ ബസ്സിൽ ഈ മനുഷ്യൻ ഇരുന്നു. സ്നേഹമുള്ളവരെ, അവിടെ ഇരുന്ന് ഒരു 10 മിനിറ്റ് ബസ് മുൻപോട്ട് പോയി കഴിഞ്ഞ് ഇദ്ദേഹം പറയുകയാണ്, പുറകിൽ നിന്ന് ബ്രേക്ക് പോയ നിയന്ത്രണം വിട്ട ഒരു ടാങ്കർ ലോറി വന്ന് ഈ ബസ്സിന്റെ പുറകിൽ ഇടിച്ചു കയറി. ഇദ്ദേഹം ആദ്യം ഇരുന്ന സീറ്റ് പൊടിഞ്ഞ് അകത്തേക്ക് കയറിപ്പോയി. എന്നിട്ട് ഇദ്ദേഹം എന്നോട് പറയുകയാണ്, ആ സീറ്റിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു വിടാൻ കർത്താവ് എൻ്റെ ശരീരത്തിൽ ഒരു അസ്വസ്ഥത നൽകുകയാണ്. സ്നേഹമുള്ളവർ, എന്നിട്ട് അദ്ദേഹം പറയുക, എന്തുകൊണ്ടാണ് ഞാൻ ആ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് കർത്താവ് എന്നെ വിട്ടത്? ഞാൻ ആ ബസ്സിൽ കയറുന്നതിന് മുമ്പ് ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ ഞാൻ ഇതിൽ കയറിക്കോട്ടെ. ഞാൻ ആ ബസ്സിൽ കയറുമ്പോൾ കർത്താവിനോട് ഞാൻ പറഞ്ഞു, കർത്താവേ ഞാൻ കയറുവാ, നീ എൻ്റെ കൂടെ കയറണേ. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, സെക്കൻഡുകൾ കൊണ്ട് കൺമുമ്പിലൂടെ മരണം മാറിപ്പോകുന്നത് ഞാൻ കണ്ടു. സ്നേഹമുള്ളവരെ, വചനം പറയുകയാണ്, കർത്താവിനെ ഭയപ്പെടുന്നവർ അവിടുത്തെ ഇഷ്ടം അന്വേഷിക്കും. ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും ദൈവത്തെ കൂട്ടുപിടിച്ച് ഈശോയുടെ കരങ്ങളെ പിടിച്ച് ഈശോയുടെ മാറോട് ചേർന്നിരുന്ന് സ്നേഹമുള്ളവരെ, കർത്താവിന്റെ കൂടെ നടക്കുന്ന അനുഭവത്തിലേക്ക് ഒരു മനുഷ്യൻ വളരുന്നത്, നയിക്കപ്പെടുന്നത് അവൻ ദൈവ ഭയം എന്ന പരിശുദ്ധാത്മാവിലൂടെ ലഭിക്കുന്ന പുണ്യത്തിൽ വളരുമ്പോഴാണ്. പറയാം ഹല്ലേലൂയ, സ്വരമേത്തി പറയാം ഹല്ലേലൂയ. ഈശോയിൽ സ്നേഹമുള്ളവരെ, അതുകൊണ്ട് രണ്ടാമത്തെ കാര്യമാണ് ദൈവഭയത്തിൽ വളരണം. ആത്മീയ ദൈവഭയം നഷ്ടപ്പെട്ടിട്ടുണ്ടോ പരിശോധിക്കണം. സ്നേഹമുള്ളവരെ, മൂന്നാമത്തെ കാര്യമാണ് സുബോധം നഷ്ടപ്പെടും. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 17-ാം തിരുവചനത്തിലാണ് നമ്മൾ കാണുക, അപ്പോൾ അവന് സുബോധമുണ്ടായി. നമ്മൾ ഒത്തിരിയേറെ വായിച്ച് ധ്യാനിച്ചിട്ടുള്ളൊരു വചനഭാഗമാണ് സ്നേഹമുള്ളവരെ. അപ്പോൾ അവന് സുബോധമുണ്ടായി. സ്നേഹമുള്ളവരെ, അത് ധൂർത്തപുത്രനെ കുറിച്ചാണ് പറയുക. വീണ്ടും ബൈബിളിൽ നമ്മൾ വായിക്കുമ്പോൾ കാണാം, വിശുദ്ധ ലൂക്കാ സുവിശേഷം 8:35 പറയുകയാണ്, അവൻ വസ്ത്രം ധരിച്ച് സുബോധത്തോടെ കർത്താവിന്റെ കാൽക്കൽ ഇരിക്കുന്നത് അവർ കണ്ടു എന്നാണ് പറയുക. പുതിയ നിയമത്തിൽ സുബോധം നഷ്ടപ്പെട്ട 2 പേരെ വചനത്തിൽ കാണുക പറ്റും. ഒന്ന് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 17-ാം തിരുവചനം, ഒന്ന് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 35-ാം തിരുവചനം. സ്നേഹമുള്ളവരെ, അതിൽ ധൂർത്തപുത്രനെ കുറിച്ച് പറയാം, അപ്പോൾ അവന് സുബോധമുണ്ടായി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവന് സുബോധമില്ലായിരുന്നു എന്നാണ്. ഈ സുബോധം നഷ്ടപ്പെട്ട ധൂർത്തപുത്രന് സംഭവിച്ച 2 കാര്യം പറയാണ്. 2 കാര്യം. ഒന്ന്, മുമ്പിൽ നിൽക്കുന്നത് ആരാണെന്ന് അവന് മനസ്സിലാക്കാൻ പറ്റിയില്ല. സ്നേഹമുള്ളവരെ, ആത്മീയ ജീവിതത്തിലേക്കുള്ള വഴികളിൽ ചില സമയത്ത് സുബോധം നഷ്ടപ്പെട്ടു പോകും. മുമ്പിൽ നിൽക്കുന്നത് ആരാണെന്ന് തിരിച്ചറിയാൻ പറ്റിയില്ല. ധൂർത്തപുത്രന് തൻ്റെ അപ്പനാണ്, തനിക്ക് ജന്മം നൽകി തന്നെ വളർത്തിയ, തന്നെ കൈപിടിച്ച് നടത്തിയ തൻ്റെ അപ്പനാണ് തൻ്റെ മുമ്പിൽ നിൽക്കുന്നതെന്ന് മകന് തിരിച്ചറിയാൻ പറ്റിയില്ല. അതാണ് സുബോധം നഷ്ടപ്പെടുന്ന ഒരു മനുഷ്യൻ ആദ്യം ഉണ്ടാകുന്നത്. മുമ്പിൽ നിൽക്കുന്നവരാരാണെന്ന് മനസ്സിലാവില്ല. ബന്ധങ്ങളെ തിരിച്ചറിയാൻ കഴിയില്ല, ബന്ധങ്ങളെ തിരിച്ചറിയാൻ പറ്റില്ല. സ്നേഹമുള്ളവരെ, ചില സമയത്ത് മുമ്പിൽ നിൽക്കുന്നത് അപ്പനാണോ എന്ന് ചില സമയത്ത് തിരിച്ചറിയാൻ പറ്റില്ല. നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന ചില വാക്കുകളും
നമ്മുടെ ജീവിതവും ജീവിത ശൈലികളും എല്ലാം സ്നേഹമുള്ളവരെ ചില സമയത്ത് നമുക്ക് മനസ്സിലാകും മുമ്പിൽ നിൽക്കുന്നത് ആരാണെന്ന് നമുക്ക് പലപ്പോഴും തിരിച്ചറിയാൻ പറ്റാത്ത ചില വാക്കുകൾ. ചില സമയത്ത് നമ്മൾ പറയുന്നത് ഒരു പിതാവിനോട് പറയേണ്ട വാക്കാണോ? ചില സമയത്ത് നമ്മുടെ വായിൽ നിന്ന് വരുന്നത് ഒരു അമ്മയോട് പറയേണ്ട കാര്യമാണോ? ചില സമയത്ത് നമ്മുടെ ജീവിത ശൈലി ഒരു ഭാര്യയോട് ഭർത്താവിനോട് ചെയ്യേണ്ട കാര്യമാണോ? സ്നേഹമുള്ളവരെ, മുമ്പിൽ നിൽക്കുന്നവരെ തിരിച്ചറിയാൻ പറ്റില്ല. രണ്ടാമത് ധൂർത്തപുത്രന് സംഭവിച്ച താൻ ആരാണെന്ന് അവന് മനസ്സിലായില്ല. താൻ ആരാണ്? താൻ ഈ അപ്പന്റെ മകനാണെന്നുള്ള തിരിച്ചറിവ് അവന് നഷ്ടപ്പെട്ടു. സ്നേഹമുള്ളവരെ, സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഈ സുബോധം നമുക്ക് നഷ്ടപ്പെടും. ഞാൻ ആരാണെന്ന് പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. കർത്താവ് ഈശോ മിശിഹ മനുഷ്യനായി അവതരിച്ച് കുരിശുമരണത്തിലൂടെ ഒരു ദൈവമകന്റെ പദവിയിലേക്ക് എന്നെ ഉയർത്തിയതാണെന്നുള്ള തിരിച്ചറിവ് പലപ്പോഴും നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. കർത്താവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയ മകനാണ്, മകളാണെന്ന് പലപ്പോഴും ഞാൻ മറന്നു പോകുന്നുണ്ടോ? ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷയുടെ ഭാഗമാകാൻ വിളിക്കപ്പെട്ട ഒരു വ്യക്തിയാണെന്ന് പലപ്പോഴും ഞാൻ മറന്നു പോകുന്നുണ്ടോ? ചില ബന്ധങ്ങളും ചില ഇഷ്ടങ്ങളും ചില ആഗ്രഹങ്ങളും ചില സുഖങ്ങളും ചില സ്ഥലങ്ങളുമൊക്കെ നമ്മെ തേടി വരുമ്പോൾ ഞാൻ ആരാണെന്നും ദൈവം എന്നെ വീണ്ടെടുത്തതാണെന്നും ദൈവം എന്നെ ചില ദൗത്യങ്ങൾ ഈ ഭൂമിയിൽ ഏൽപ്പിച്ചിട്ടുണ്ടെന്നുമുള്ള സ്നേഹമുള്ളവരെ തിരിച്ചറിവ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ? ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ പരിശോധിക്കണം. സുബോധം നഷ്ടപ്പെട്ടു പോയോ ഈ യാത്രയിൽ? സ്വർഗത്തിലേക്കുള്ള യാത്ര, ഈ ഒരു 3 കെണികൾ സ്നേഹമുള്ളവരെ നമ്മളെ വേട്ടയാടാൻ സാധ്യതയുണ്ട്. ഈ നോമ്പിന്റെ വഴികളിലൂടെ ഈ ബെത്ലഹേമിലേക്കുള്ള യാത്രയിൽ സ്നേഹമുള്ളവരെ, രക്ഷയുടെ അനുഭവത്തിലേക്കുള്ള നമ്മുടെ വിശുദ്ധിയോടെ പ്രത്യാശയോടെയുള്ള ഈ ഒരു യാത്രയിൽ നമ്മൾ അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു 3 കെണികൾ കടന്നു വന്നിട്ടുണ്ടോ എന്ന് ഈ ശുശ്രൂഷയിൽ പരിശോധിക്കണം. സ്നേഹമുള്ളവരെ, എന്നിട്ട് പ്രാർത്ഥിക്കണം. കഠിനമായി പോയ എൻ്റെ ഹൃദയത്തെ മാംസളമാക്കി മാറ്റണേ. ദൈവഭയം നഷ്ടപ്പെട്ട എൻ്റെ ജീവിതത്തെ ദൈവഭക്തിയിൽ വളർത്തണേ. സുബോധം നഷ്ടപ്പെട്ടു പോയ എൻ്റെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവിലൂടെ നൽകുന്ന സുബോധത്തിന്റെ അഭിഷേകം എൻ്റെ ജീവിതത്തിൽ നൽകണേ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഈ ഒരു തിരിച്ചറിവോടെ, ഈ ഒരു വേദനയോടെ സ്വർഗത്തിലേക്കുള്ള യാത്ര നമുക്ക് ആരംഭിക്കാം. കർത്താവ് ഈശോ മിശിഹായുടെ രക്ഷയുടെ പൂർണ്ണതയിലേക്കുള്ള യാത്ര നമുക്ക് ആരംഭിക്കാം. ഈ യാത്രയിൽ എപ്പോഴെങ്കിലും കർത്താവെ ഈ 3 അപകടങ്ങൾ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ? അതിനെ പരിഹരിക്കണേ. ആ ജീവിതത്തിൻ്റെ ബലഹീനതകളിൽ കർത്താവിൻ്റെ കൃപ നിറയ്ക്കണേ. നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമുക്കൊരു നിമിഷം നിങ്ങൾ എവിടെയായിരിക്കുന്നുവോ അവിടെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. ഈ സമയം നിങ്ങളുടെ കരങ്ങളൊന്ന് യാചനാരൂപം തുറന്നു പിടിക്കുക. കർത്താവിൻ്റെ കൃപ നദി പോലെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകുന്ന സമയമാണ്. സ്നേഹമുള്ളവരെ, സ്വർഗത്തിന്റെ അത്ഭുത ശക്തി നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഇറങ്ങി വരും. പുറപ്പാടിന്റെ പുസ്തകം 20:24 തന്റെ നാമം അനുസ്മരിക്കാൻ ഇടവരുത്തുന്നിടത്തേക്ക് അവിടുന്ന് ഇറങ്ങി വന്ന് തന്റെ മക്കളെ അനുഗ്രഹിക്കും. സ്നേഹമുള്ളവരെ, നിങ്ങളിപ്പോൾ ഇരിക്കുന്നത് ഏതു സ്ഥലത്താണോ, ഏതു സാഹചര്യത്തിലാണോ, ഏതു ജീവിത അവസ്ഥയിലാണോ, സ്നേഹമുള്ളവരെ, ആ സ്ഥലത്തേക്ക് സ്വർഗം തുറന്ന് നമ്മുടെ കർത്താവ് യേശു മിശിഹ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഇറങ്ങി വരുന്ന സമയം. നിനക്കെന്റെ കൃപ മതി എന്ന് പറഞ്ഞ് ശ്ലീഹായുടെ വേദനയിലേക്ക് സ്വർഗത്തിന്റെ കൃപ നിറച്ച കർത്താവ് ഈ സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ കൃപയുടെ മനുഷ്യനായി മാറാൻ, നമ്മുടെ ജീവിതത്തിന്റെ ബലഹീനതകളിൽ കൃപയുടെ അഭിഷേകം നൽകാൻ ഇറങ്ങി വരുന്ന സമയമാണ്. കണ്ണുകൾ അടച്ച് കരങ്ങളൊന്ന് യാചനാരൂപം തുറന്നു പിടിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിന്റെ കൃപ ഈ സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ എൻ്റെ ജീവിതത്തിലേക്ക് നൽകണേ. ഒന്ന് പ്രാർത്ഥിച്ചേ. അപ്പ
അപ്പത്തിൻ വീട്ടിലേക്ക് ഈശോയോടൊപ്പം പോകാം. കർത്താവേ, താതന്റെ കൈ പിടിക്കാം, ആത്മാവിനാൽ നടക്കാം. ദൈവമേ, അഭിഷേകം നിറയുന്നു. അപ്പത്തിൻ വീട്ടിലേക്ക് കൈ പിടിച്ച് ഈശോയോടൊപ്പം പോകാം. പിതാവിന്റെ അരികിലേക്ക് താതന്റെ കൈ പിടിക്കാം, ആത്മാവിനാൽ നടക്കാം. അഭിഷേകം നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ശക്തി നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കണേ സ്നേഹമുള്ളവരെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഒന്ന് പാടി പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവശക്തി നിറയുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗീയ കൃപ വെളിപ്പെടുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗത്തിന്റെ സകല കൃപകളും നിറയുന്ന സമയമാണ്. ദൈവഭയം നിറയാം, കർത്താവേ, ദൈവസ്നേഹം നിറയാം, ആത്മാവിലും നിൽക്കുവാൻ ഞങ്ങളിതാ വരുന്നു. ഓ കർത്താവേ, ദൈവഭയത്തിൽ വളർന്നു. ദൈവഭയം നിറയാം, പിതാവേ, ദൈവസ്നേഹം നിറയാം, ആത്മാവിൽ ഒന്നിക്കുവാൻ ഞങ്ങളിതാ വരുന്നു. കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി പിടിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹൃദയം ഉയർത്തി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്ധകാരങ്ങളിൽ പ്രകാശം നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്ധകാരങ്ങളിൽ പ്രകാശം നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മീയ അന്ധതയിൽ പ്രകാശം നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവിൽ പാടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകത്തിൽ ഒന്നാകട്ടെ. വിശുദ്ധരുടെ കൂട്ടായ്മയിൽ ഒന്നാകട്ടെ. പുണ്യവാന്മാരുടെ ഐക്യത്തിൽ ഒന്നാകട്ടെ. മാലാഹമാരുടെ ആരാധനയിൽ ഒന്നാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ, 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 ഈശോ. കർത്താവേ, ഹൃദയങ്ങളെ മാംസളമാക്കി മാറ്റണമേ. എസെക്കിയേൽ 36:26 വചനത്തിന്റെ അഭിഷേകം ശിലാഹൃദയം എടുത്തു മാറ്റി മാംസളമായ ഹൃദയം നൽകണേ കർത്താവേ. അവബോധം നൽകണേ കർത്താവേ. നിർമ്മലത നൽകണേ കർത്താവേ. ഹൃദയ വിശുദ്ധി നൽകണമേ കർത്താവേ. ദൈവ ഭയത്തിൽ വളർത്തണേ കർത്താവേ. ദൈവഭക്തിയിൽ വളർത്തണമേ കർത്താവേ. ദൈവവിശ്വാസത്തിൽ ആഴപ്പെടുത്തണമേ. സുബോധമുള്ളവരാക്കി മാറ്റണമേ. ദൈവമകനാണല്ലോ തിരിച്ചറിവിൽ വളർത്തണമേ. ദൈവമക്കളുടെ പൂർണ്ണതയിലേക്ക് ഉയർത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ, 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 ഈശോ. ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, കരങ്ങളടിച്ച് നമ്മൾ ഈ സമയം പ്രാർത്ഥിക്കുകയാണ്. സ്വർഗ്ഗത്തിന്റെ കൃപ നമ്മളിലേക്ക് ഒഴുകപ്പെടാൻ കരമടിച്ച് ചേർന്ന് പാടി പ്രാർത്ഥിക്കുകയാണ്.
സ്വർഗീയ അഭിഷേകം നിറയപ്പെടുന്ന സമയം, സ്വർഗീയ സൗഖ്യം നിറയപ്പെടുന്ന സമയം. രോഗങ്ങൾ നമ്മളിൽ നിന്ന് വിട്ടുമാറുന്നു, കുടുംബങ്ങളിൽ സമാധാനം നിറയുന്നു, ഭിന്നതകൾ അകന്നു പോകുന്നു, പ്രത്യാശ ജീവിതങ്ങളിലേക്ക് നിറയുന്നു. പരിശുദ്ധാത്മാവിന് ഉന്നതമായ ശക്തി ജീവിതങ്ങളിലേക്ക് ഇറങ്ങുന്ന സമയം. ചങ്കു തുറന്ന് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാം സ്നേഹമുള്ളവരെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരമുയർത്തി ഉച്ചത്തിൽ വിളിക്കാം, യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ അടിച്ചു ചേർന്ന് പാടി 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 ആരാധിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ, 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 ആരാധന, ആരാധന, ഈശോ, 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 യേശുവേ, യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകം നിറയ്ക്കണേ, അഭിഷേകം നിറയട്ടെ, ശക്തി നിറയട്ടെ, കൃപ നിറയട്ടെ, ആത്മീയ അഭിഷേകം നിറയട്ടെ, ആത്മീയ കൃപകൾ നിറയട്ടെ, ആത്മീയ ശക്തി നിറയട്ടെ. കരങ്ങളടിച്ച് സന്തോഷത്തോടെ പാടി ആരാധിച്ച് ദൈവ കൃപയിലേക്ക് നമുക്ക് സമയം ഉണരാം. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് എത്ര നല്ലവൻ മതിയായവൻ നമ്മെ കരുതുന്ന കർത്തനവൻ. എത്ര നല്ലവൻ മതിയായവൻ നമ്മെ കരുതുന്ന കർത്തനവൻ. എന്റെ ആവശ്യങ്ങൾ എല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. എന്റെ ആവശ്യങ്ങൾ എല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച്. സ്നേഹമുള്ളവരെ, സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ ഈശോ മിശിഹായുടെ കയ്യിൽ പിടിച്ച് ആ കർത്താവിൽ നിന്നൊഴുകുന്ന രക്ഷയുടെ പൂർണ്ണതയിലേക്ക് സ്വർഗീയ പിതാവ് നമ്മളെ നയിക്കട്ടെ. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.